ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസി പീസി റെസിപ്പീസും നാടൻ ലഞ്ചും എല്ലാം ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കൂടെ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മോർണിംഗ് വാക്കിനൊക്കെ പോയി ഇതാ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രഷാവലും കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും രാവിലത്തെ അങ്ങനത്തെ കുറച്ച് വെള്ളം കൂടി റഫീഖാക്കുള്ള ചായ കൊടുക്കൽ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6:45 ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കലാണ്. പിന്നെ കറി ആക്കട്ടെ കേട്ടോ. ആദ്യം കാര്യം ഒരു ഇൻസ്റ്റൻറ്റ് അപ്പം ഒരു ദോശ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി ആക്കി വെച്ചാൽ പിന്നെ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഉള്ളി ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, നമ്മൾ നാടൻ മല്ലിയിലല്ലേ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറിയ പീസ് ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തു. ഇതില്ലേ ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു കുക്കറാണ് കേട്ടോ. 3 ലിറ്ററിൻ്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറാണ്. അപ്പോൾ ഇത് കുറച്ച് വൈഡായിട്ടാണ് വരുന്നത്. ഇങ്ങനെ എന്താ പറയുക, ഓവർ ഇങ്ങനെ കുഴി പോലെയല്ല. ഇത് കണ്ടോ ഒരു ഉരുളി ടൈപ്പ്, നമുക്ക് കറിയൊക്കെ ഇതിൽ തന്നെ ഉണ്ടാക്കി വഴറ്റി എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ. ഇൻഡസ് വാലി കുക്ക് വെയറിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നമ്മളെപ്പോഴും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കുറേ പേര് എൻ്റെ ലിങ്ക് ഉപയോഗിച്ചിട്ട് കുറേ അധികം സാധനങ്ങൾ ഓർഡർ ആക്കിയിട്ട് യൂസ് ചെയ്യുന്നവരുമാണ്. പക്ഷേ ഇതൊരു പെർഫെക്റ്റ് കുക്കറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചതും. ഇൻഡസ് വാലി ഇന്ത്യസ് നമ്പർ 1 ഹെൽത്തി കുക്ക് വെയർ ആണ് കേട്ടോ. 100% ഹെൽത്തി കുക്ക് വെയർ ആണ്. പിന്നെ 3 ലെയർ കോട്ടിങ് വരുന്നുണ്ട്. ഇതിൻ്റെ അടിയലല്ലേ നല്ല വെയിറ്റാണ്, നല്ല കട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഇങ്ങനെ കരിഞ്ഞു പോവുക, വഴറ്റിയിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന അങ്ങനത്തെ സ്റ്റീലിൻ്റെ കുക്കറൊക്കെ കരിഞ്ഞു പോകില്ല, ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നന്നായിട്ട് ഹീറ്റ് നിൽക്കും. അതുകൊണ്ട് തന്നെ കുക്കിംഗ് എല്ലാം നല്ല ഈസി ആയിട്ട് തന്നെ നടക്കും. നമ്മൾ ഈ പയറ് പരിപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. 3 ലെയർ കോട്ടിംഗ് ആണ് ഇതിന് വരുന്നത്. ഒരു കെമിക്കൽ കോട്ടിങ്ങും ഇതിന് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ടോക്സിൻ ഫ്രീ ആണ്. കുട്ടികളുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു കെമിക്കൽ കോട്ടിങ് ഇല്ലാതെയാണ് അവർ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിന് ഭയങ്കര സേഫാണ്. പിന്നെ ഇത് വാങ്ങാൻ ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറിയാൽ നിങ്ങൾക്കിത് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങളിത് വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. ജംഷി 543221 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട്, ഇപ്പോൾ ഓൾറെഡി ഡിസ്കൗണ്ടിലാണ് അവർ ഇട്ടിട്ടുള്ളത്, എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ട് എല്ലാം നമ്മൾ കട്ട് ചെയ്ത എല്ലാം ഒന്ന് വഴറ്റാൻ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 ടീസ്പൂൺ മീറ്റ് മസാല ഇല്ലേ, ചിക്കൻ മസാലയാണെങ്കിൽ കുഴപ്പമില്ല, മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് 2 ടീസ്പൂൺ. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കടല ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് കഴുകി ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുത്തു. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി. ഒരു ഈസി പീസി കറിയാണ്, ഈസി പീസി ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ലഞ്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് സമയം വൈകി. അതുകൊണ്ട് തന്നെ അതൊന്നും ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കടലയാണ്, അത് വേവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അപ്പോൾ അതും വേവിക്കാൻ വെച്ചിട്ടാണ് ഇപ്പോൾ അകമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കട്ടെ. നമ്മുടെ ബെഡ്റൂമൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് ഒന്ന് ബെഡൊക്കെ ഒന്ന് തട്ടി വിരിച്ച് റെഡിയാക്കട്ടെ. ഒരു 10 മിനിറ്റ് ഒരു ക്വിക്ക് ക്ലീനിങ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യേണ്ടത്. ഒന്നുകിൽ നമ്മൾ കിച്ചണിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ്, അധികം ഞാൻ അങ്ങനെയാണ് ചെയ്യൽ, 10 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ അകം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ വീട് നല്ല നീറ്റായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അടിയും തുടയൊക്കെ പിന്നെ അല്ലേ, പക്ഷേ ഇത് ചെയ്താൽ തന്നെ അല്ലേ നമ്മൾ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരിക. ഇനി അത് വേണ്ട, നമ്മൾ തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര നീറ്റ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. ഒരു 10 മിനിറ്റ് അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അത് ശരിക്കും പറഞ്ഞ ഒരു മാജിക്കൽ ടൈമാണ് കേട്ടോ. ആ ഒരു രാവിലത്തെ നമ്മൾ ഇതിനായിട്ട് എടുക്കുന്ന ഒരു 10 മിനിറ്റ് എന്ന് പറയുന്നത്. അതിലൂടെ നമ്മളെ വീട് നല്ല നീറ്റായിരിക്കും. നമുക്ക് വീട് നീറ്റായാൽ തന്നെ നമുക്ക് പണികൾ എന്താ പറയുക
ചടപടേന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം തീർന്നിട്ട് ഇത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പണി കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കിച്ചണിൽ ഇനി അടുത്തത് എന്താണ് എന്നുള്ളത്, ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അടുത്തത് ഇനി എന്താ ചെയ്യാനുള്ളത് അത് നമ്മളെ മൈൻഡിൽ വേണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തത് എന്താ ചെയ്യാനുള്ളത് എന്നുള്ളത് മൈൻഡിൽ വേണം. അതുപോലെ തന്നെ നമ്മൾ അകത്ത് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ഏരിയ അവിടെ ചെയ്ത് ഇനി അടുത്തത് എന്താണ് എന്നുള്ളത് നമ്മളെ മൈൻഡിലൊരു പ്ലാൻ വേണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലർ ഉച്ചയാവും പണി തീരാൻ, ചിലർ വൈകുന്നേരം വരെ പണി എടുത്താലും അവരെ പണി തീരൂല. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ നേരത്തെ പണികളൊക്കെ ഒരുങ്ങണം, ഫ്രീ ആവണം എന്നൊക്കെ ആ ഒരു മൈൻഡ് ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും കേട്ടോ. ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് നമ്മുടെ വീട്ടിൽ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ അതാ ഞാൻ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് വെള്ളം നനക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടേബിള് ഒരു എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ടുവെക്കൽ മസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് എടുത്തു വെക്കുന്നത്. നമ്മൾ എത്ര എന്താ പറയുക, നമ്മൾ വീട്ടിൽ ചാവി അങ്ങനെ എന്തിനൊക്കെ നമ്മൾ സ്പേസ് ഉണ്ടാക്കി വെച്ചാലും ഇതിവിടെ തന്നെ വെക്കണം എന്ന് വെച്ചാലും നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് എന്തായാലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് വെക്കുക. അത് നമ്മൾ രാത്രിയും ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ രാവിലെയും അത് ചെയ്താലല്ലേ നമ്മളെ വീട് നല്ല നീറ്റായിട്ടിരിക്കട്ടെ. എടുത്ത സാധനം എടുത്തെടുത്ത് വെച്ചാൽ തന്നെ പകുതി മുക്കാലും നമ്മൾ ജോലി കഴിഞ്ഞു. പക്ഷെ അത് ചെയ്യാത്തതാണ് നമ്മളെ വീട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത്, അലങ്കോലമായിട്ട് കിടക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചു. അതൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയാലും കുഴപ്പമില്ല. 1 കപ്പ് റവ, 1 ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് എടുക്കുക. 1/2 ഗ്ലാസ് തേങ്ങ ചിരകിയതെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം, അത് നമ്മുടെ തേങ്ങേൻ്റെയും നമ്മുടെ റവേൻ്റെയും കുറച്ച് മുകളിൽ വെള്ളം നിൽക്കുക. ആ ഒരു കണക്കിന് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു നമ്മളെ ദോശ ബാറ്ററില്ലേ, ഉഴുന്ന് ദോശേൻ്റെ ബാറ്റർ, ആ ഒരു രീതിയിൽ വേണം, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് സെറ്റാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളില്ലേ, ഞാനിപ്പോൾ വിട്ടുപോയ 1-2 കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ തവി ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വെറുതെ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി വരും. മേലെ ഭാഗം ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് അപ്പം, ഇൻസ്റ്റൻറ്റ് ദോശ എന്നൊക്കെ പറയാം. ഇതിൽ നമ്മൾ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഹെൽത്തിയുമാണ്. വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തടവി കൊടുക്കുക. അപ്പം ഞാൻ വിട്ടുപോയി എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അരക്കുന്ന സമയത്തില്ലേ ഒരു 4 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ അരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു 1-2 പിഞ്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ തിരക്കിൽ വിട്ടുപോയതാണ്. റഫീഖക്ക് വേഗം പോകണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് വേഗം അകത്തുനിന്നൊക്കെ വന്നപ്പോൾ തിരക്കിൽ അരക്കുമ്പോൾ വിട്ടുപോയിട്ട് അത് നിങ്ങൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ. അരക്കുമ്പോൾ ജീരകം ചേർക്കണ്ട, ഉള്ളി ചേർത്താൽ മതി. കാര്യം നമ്മൾ നെയ്പ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. വെറുതെ ഇത് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കറിയൊന്നും ആവശ്യമില്ല. ഇവിടെ പിന്നെ റഫീഖക്ക് കറി എന്തിൻ്റെ കൂടെ, ഉപ്പുമാവിൻ്റെ കൂടെ ആയാലും കറി മസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയത്. പിന്നെ ഈ കറി രാവിലെ ഉണ്ടാക്കിയത് നമ്മൾ ചപ്പാത്തിക്കും എടുക്കും രാത്രി. അപ്പോൾ രാത്രിത്തെ കാര്യം കൂടി ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞ 2 കാര്യം മറന്നു പോകട്ടെ. അപ്പോൾ ഇതാ റഫീഖ ഡ്യൂട്ടിക്ക് പോയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ചോറിനുള്ള അരി ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വിസിൽ വരട്ടെ. ആ സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വാവ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ റഫീഖൻ്റെ കൂടെ തന്നെ. കാര്യം ഞാനിനിയിപ്പോൾ റഫീഖ തിരക്കിട്ട് ഫോൺ വന്നുകൊണ്ട് വേഗം പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തിരക്കിട്ട് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനും കഴിക്കട്ടെ. ഞാൻ ചോറ് വെക്കുന്നത് കുറേ പേര് ചോദിച്ചിട്ട് ഞാൻ കുറേ തവണ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതാ പിന്നെയും കാണിക്കാത്ത വിട്ടു പോകുന്ന കേട്ടോ. അപ്പോൾ അത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഓർത്തത് ഒന്നുമില്ല, അരി കഴുകിയിടുക. ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല, അതിൽ കുറച്ച് കൂടുതൽ വെള്ളം വെക്കുക. ഞാൻ പിന്നീട് കാണിച്ചു തരാം. കുറച്ച് കൂടുതൽ വെള്ളം വെക്കുക. 1 വിസിലടിക്കുമ്പോൾ ഞാൻ ഓഫാക്കും. ഇത് പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഓഫാക്കണം. എന്നിട്ട് എയർ പോയതിന് ശേഷം ഞാൻ വാർത്തെടുക്കും. വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ കുറച്ച് സമയം തന്നെ കുക്കറിൽ അവിടെ അടച്ച് വെച്ചാൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ നിന്ന് താനേ വെന്ത് കിട്ടും കേട്ടോ. വേഗം വേവുന്ന അരിയാണെങ്കിൽ എളുപ്പത്തിൽ അതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള അരിക്കനുസരിച്ച് നമ്മൾ ഓപ്പൺ ആക്കി നോക്കണം. ഫസ്റ്റ് വെക്കുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, പിന്നെ നമ്മൾ ആ അരി ആയിട്ട് നമ്മൾ ശീലമാവും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ.
ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയൊരു പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു സെറാമിക് പോട്ടിൽ നമ്മൾ കോഴിക്കോട് നിന്ന് വാങ്ങിയിട്ടുള്ള. അപ്പോൾ അതിൽ ഞാൻ പിടിപ്പിച്ച് എടുക്കുന്നതാണ് കേട്ടോ. നല്ല രസമാണ് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായി കാണാൻ. ഇപ്പോൾ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തു. മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുറ്റത്തെ കാര്യം കഴിഞ്ഞിട്ട് ഇനി അകത്തേക്ക് കയറാനായിട്ട് നമ്മൾ ലഞ്ച് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ മുറ്റം അടിക്കലങ്ങ് തീർത്തതാണ് കേട്ടോ. പിന്നെ മുറ്റടിക്കാനൊക്കെ വേണ്ടിയിട്ട് മുറ്റത്ത് ഇറങ്ങിയാൽ കുറച്ച് സമയം ചെടിയിൽ നിൽക്കും കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഇവിടെ ചിലവഴിച്ചിട്ടേ അകത്തേക്ക് കയറുള്ളൂ. ഓരോരുത്തർക്കും ഓരോരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും, ഓരോരോ ഇഷ്ടങ്ങളുണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിട്ടത് ചെടിയിലോ ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച എന്തെങ്കിലും പ്ലാന്റ് ഒക്കെ ഉണ്ടാവില്ലേ, ചിലപ്പോൾ സ്ഥാനം മാറ്റി വെച്ചതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നോക്കി കുറച്ച് സമയം ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മളെ ചെടികളൊക്കെ സെറ്റായിട്ടുണ്ട്. ബൊഗൺവില്ലയൊക്കെ പൂവിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ മാവ് പൂത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ടായിട്ടില്ല, ആവുമെന്ന് വിചാരിക്കുന്നത്. മാഷാ അല്ലാ, അത് കണ്ട ഓരോ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ പൂക്കാനുണ്ട് കേട്ടോ. ഞാൻ അറിയില്ല പൂക്കുമെന്ന് വിചാരിക്കുന്നത്. ഇപ്രാവശ്യം ഫുള്ള് പൂക്കേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബൊഗൺവില്ലയൊക്കെ പൂവിങ്ങനെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആയിട്ടില്ല, ഇനിയും ആയി വരാനുണ്ട് കേട്ടോ. നല്ല വെയിലായില്ലേ ഇപ്പോൾ, അതിനനുസരിച്ച് പൂക്കളും ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നനച്ചു കൊടുക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നനക്കേണ്ട ചെടികളൊക്കെ ഞാൻ രാവിലെ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കേട്ടോ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കാം. ലഞ്ചിന് അത്രയും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഉണ്ടാക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേന്ത്രക്കായല്ലേ, നേന്ത്രക്കായൻ്റെ പച്ച നേന്ത്രക്കായൻ്റെ തൊലിയാണ് കേട്ടോ. അത് ചെറുതായിട്ട് കട്ട്, ഞാൻ തലേദിവസം എടുത്തതിൻ്റെ തൊലി എടുത്ത് വെച്ചതാണ്. ഒരു 4 നേന്ത്രക്കായൻ്റെ അതിൻ്റെ തൊലി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് കഴുകി എടുത്താൽ മതി കേട്ടോ. അത് ചേർത്ത് കൊടുത്തു. ഇത് തോരന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് 2 പിടി ചെറുപയർ കുറച്ച് സമയം ഒരു മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഈ തൊലിക്ക് കുറച്ച് വേവുണ്ട് കേട്ടോ, ഒരുപാടല്ല എന്നാലും ഉണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ച കുതിർന്ന ചെറുപയറാണെങ്കിൽ ഒരുമിച്ചിട്ട് കൊടുക്കണ്ട, രണ്ടും വേറെ തന്നെ വേവിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള, വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് ചെറുപയറൊക്കെ നല്ല വെള്ളം അറിയാലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ ഇൻഡസ് വാലി കുക്കർ തന്നെയാട്ടോ ഞാൻ ഇപ്പോൾ ഇത് തന്നെയാട്ടോ യൂസ് ചെയ്യുക. നല്ല ചിലതുണ്ടല്ലോ നമുക്ക് ഉപയോഗിക്കാനൊന്നും ഒരു ഈസി ആയി കഴിഞ്ഞാൽ നമ്മൾ അതന്നെ യൂസ് ചെയ്യൂലേ, അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പം. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, എരിവിനായിട്ടുള്ള പച്ചമുളക് കേട്ടോ, അത്രയും എടുക്കാം. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിക്ക് പകരം നിങ്ങൾക്ക് ചുവന്നുള്ളി എടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി, നമുക്കിവിടെ വെളുത്തുള്ളിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ അതവിടെ ക്രഷ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഈസി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള കറിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത്ര ഈസിയാണ്. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ ചോപ്പ് ചെയ്ത് ചെറുതാക്കൊന്നും വേണ്ട, കട്ട് ചെയ്തിട്ട് ഒരു 3 പച്ചമുളക് കൂടെ ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇതൊട്ടും പുളിയില്ലാത്ത തൈരാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കസൂരി മേത്തിയില്ല, അതൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് കയ്യിലൊന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, ഒന്നും ചേർക്കണ്ട, പ്രശ്നമൊന്നുമില്ല. അതിനൊരു ചെറിയൊരു വ്യത്യസ്ത ഫ്ലേവർ കിട്ടും, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കേട്ടോ. ടേസ്റ്റ് തന്നെയാണ്, ഇല്ലെങ്കിലും ഉണ്ടാക്കാണ്ടിരിക്കുകയൊന്നും വേണ്ട, ഒരു കുഴപ്പമില്ല. ഇനി തൈര് നന്നായിട്ട് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു. അപ്പോൾ നമ്മൾ സവാള ഇത്രയും മതി കേട്ടോ, ഓവർ വഴന്ന് സോഫ്റ്റ് ആയിട്ടൊന്നും വരണ്ട, ചെറിയൊരു പിങ്ക് കളറിലേക്ക് മാറിയാൽ മതി. അതിങ്ങനെ സവാള കടിക്കണം, അപ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. തൈര് മിക്സാക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ സവാളയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വഴറ്റുന്ന സമയത്ത്. ഇനി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഈസി പീസി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ എന്തെങ്കിലും, ഇനിയിപ്പോൾ ഒരു മുളക് കൊണ്ടാട്ടം ഉണക്കിയതൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ അത് രണ്ടും മാത്രം മതി കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, എന്തായാലും ട്രൈ ആക്കി നോക്കണം. അപ്പോൾ ഇത് ഒരു സമയം കൊണ്ട് നമ്മുടെ ചെറുപയറും നേന്ത്രക്കായയുടെ തൊലിയില്ലേ അതൊക്കെ റെഡി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ കുഴഞ്ഞ് വരണ്ട കേട്ടോ, ഇങ്ങനെ തോരൻ ഇങ്ങനെ വിട്ടല്ലേ അങ്ങനെ ആക്കി എടുത്താൽ മതി.
ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ചു, കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ തേങ്ങ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ അതും ആ ഒരു വെന്ത മിക്സും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ കുക്കറിലില്ലേ, ഇതിപ്പോൾ കുക്കറിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ നമ്മൾ കുക്കറിൽ സാധനങ്ങൾ വേവിച്ച് കഴിഞ്ഞിട്ട് കുക്കറിൽ നിന്ന് ഒഴിവാക്കുന്നതാട്ടോ എപ്പോഴും നല്ലത്. അതിൻ്റെ അടി നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനും കറകളൊന്നും പിടിക്കാണ്ടിരിക്കാനൊക്കെ ഏത് കുക്കറാണ്, ഈ കുക്കർ എന്നല്ല എല്ലാ കുക്കറൊന്നും നമ്മൾ അങ്ങനെ ഒഴിവാക്കി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. വേറെ പാത്രത്തിലേക്ക് ഒഴിവാക്കി വെക്കുക. സ്റ്റീലാണെങ്കിലും അലുമിനിയം ആണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തോരൻ ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടേ ഉള്ളൂ ഞാൻ. അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡിയായി. ഭയങ്കര ഈസി അല്ലേ. ഇനിയിപ്പോൾ ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞാൽ സാധാ ഫ്രൈ ആണ്, പക്ഷേ നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ്. ഒന്നുമല്ല, കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനായിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടിയും, കുറച്ച് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു പിഞ്ച് വില്ലേജ് ജീരകം കേട്ടോ. ഇത് ഒരു മാജിക്കൽ ടേസ്റ്റ് ആട്ടോ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ വരിക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഒന്ന് കൈവച്ച് വലിയ ജീരകം ചതക്കൊന്നും വേണ്ട കേട്ടോ, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കൈവച്ച് ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കില്ല, അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അത് ഏത് മീനും ഇത് ചേർത്ത് കൊടുത്ത് നോക്കും നിങ്ങൾ. നമ്മളെ ഫിഷെല്ലാം ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഫിഷ് ഏതൊരു പാനിലായാലും അടിയിൽ പിടിക്കുക ആ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ലഞ്ച് നല്ല സിമ്പിൾ ലഞ്ചായതുകൊണ്ട് വേഗം തന്നെ ഒരു അരമണിക്കൂർ പോലും എനിക്ക് വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചക്കറിയുടെ തൊലിയൊക്കെ ഞാൻ തലേ ദിവസം അറിയാമല്ലോ, നമ്മൾ എന്താ പറയുക ടൈം മാനേജ് ചെയ്യാൻ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പടിയാണ് നമ്മൾ തലേ ദിവസം ഉപ്പേരിക്ക് ഫിഷൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് വെക്കുക കേട്ടോ. എന്നാൽ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് കുക്കിങ്ങും നമ്മളെ പണികളും എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. മാത്രമല്ല നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പാനിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാനുള്ള പണികളേ ഉണ്ടാവുകയുള്ളൂ. കുറേ പാത്രങ്ങൾ കഴുകാനോ ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം എന്താക്കിയിട്ടുണ്ട്, ക്ലീനിങ്ങും കട്ടിങ്ങും ഒക്കെ ചെയ്തില്ല. അപ്പോൾ കൗണ്ടർ ടോപ്പൊന്നും ആ ഒരു കട്ട് ചെയ്ത കാര്യങ്ങളോ ഒന്നും ആയിട്ട് വൃത്തികേടാവില്ല, കുറേ പാത്രങ്ങൾ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കണ്ടെയ്നറിൽ ബോക്സിലൊക്കെ ആക്കി വെക്കുന്ന ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന പാത്രങ്ങളേ ഉണ്ടാവുള്ളൂ. അത് വെറുതെ വെള്ളമൊഴിച്ച് കഴുകിയാൽ തന്നെ ക്ലീൻ ആവുന്നതേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ പാത്രങ്ങൾ ഞാൻ അതിൻ്റെ ഇടയിൽ കഴുകുന്നുണ്ടായിരുന്നു, ആവുന്ന പാത്രങ്ങൾ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പാത്രം കഴുകാനായിട്ടൊരു സമയം ചിലവാക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് കഴുകി അത് പുറത്തേക്ക് കൊണ്ടുവച്ചു ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കിച്ചണില്ലേ, കിച്ചണൊന്ന് കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുന്ന സമയത്ത് അവിടെയുള്ള എന്നും അല്ലെങ്കിലും ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും അവിടെയുള്ള ഐറ്റംസും കൂടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് പോകാം കേട്ടോ, ഒന്ന് തുടച്ചിട്ട് പോവുക. അപ്പോൾ എപ്പോഴും നമ്മളെ കിച്ചണായാലും ടേബിളായാലും ഒക്കെ ഒരു ക്ലോത്ത് കൊണ്ട്, ഒരു നനഞ്ഞ ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ തുടച്ച് പോയാൽ എപ്പോഴും പൊടിയൊന്നും ഇല്ലാതെ എണ്ണ മെഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ മസാല ബോക്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നമ്മൾ എടുത്തിട്ട് തിരിച്ചെടുത്ത് വെക്കുമ്പോൾ ഒരു ക്ലോത്ത് നിങ്ങൾ അതിനായിട്ട് വെക്കുക. എന്നിട്ട് വെറുതെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വരില്ല. എപ്പോഴും നമ്മളങ്ങനെ ആവുന്നത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഞാൻ ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അതിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, അകത്ത് കുറച്ച് ക്ലീനിങ് കൂടെ ബാക്കിയുണ്ട്. ഞാൻ അലക്കാനുള്ള തുണികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ടീപ്പോയി ടേബിള് ഒക്കെ ഒന്ന് തുടച്ച് വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഒരു സ്പീഡ് ക്ലീനിങ് കേട്ടോ. ഒന്ന് അടിച്ചു വാരിയിടാനേ ഇന്നുള്ളൂ, ഇന്ന് തുടക്കാനില്ല കേട്ടോ. ഞാൻ തലേദിവസം തുടച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തുടക്കാറില്ല, അഴുക്കാകുമ്പോഴാണ് തുടച്ചെടുക്കുക. ഇന്നും ഒതുക്കി പെറുക്കി അടിച്ചു വാരും. അഴുക്കുണ്ട് തോന്നിക്കഴിഞ്ഞാൽ തുടക്കും. ഒരു 3-4 ദിവസം കൂടുമ്പോഴേ ഞാൻ തുടക്കാറുള്ളൂ. അതും ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, മേലെ തുടക്കുന്ന സമയത്ത് താഴെ തുടക്കാറില്ല, അതുപോലെ തന്നെ താഴെ തുടക്കുന്ന സമയത്ത് മേലെ തുടക്കില്ല, അങ്ങനെയാണ് ചെയ്യുക. കാര്യം ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളാണ്. പണ്ടത്തെ ഫ്രീ ടൈമൊന്നും ഇപ്പോൾ നമുക്ക് ആർക്കും കിട്ടുന്നില്ല, ടൈമില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഒരു കറിയും ഒരു തോരനും ആക്കുന്ന സമയത്ത് ഇപ്പം നമ്മളെ ശീലങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി. പല കറികളും കുറച്ച് റിസ്ക്കുള്ള അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാകുക. പിന്നെ പണ്ടത്തെ വീട് പോലെ ഇപ്പോൾ എല്ലാവരുടെ വീടും വലിയ വീടും 2 നില വീട്, ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും വലിയ വീടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ദിവസവും ക്ലീൻ ആക്കിയിട്ട്, എന്നാൽ വീട് നമുക്ക് ക്ലീനായിട്ട് ഇരിക്കുകയും വേണം. അതൊക്കെ നമുക്ക് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചില ട്രിക്കുകളൊക്കെ നമുക്ക് പ്രയോഗിക്കണം കേട്ടോ. എന്നാൽ തന്നെയാണ് നമുക്ക് നീറ്റായിട്ട്, എന്നാൽ നമ്മൾ സേഫായിട്ട് ഇരിക്കുകയും വേണം. നമുക്ക് എന്താ പറയുക, എപ്പോഴും പണിയെടുക്കുക അങ്ങനത്തെ ആ ഒരു ഇതിലല്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എന്നാൽ വീട് നീറ്റായിട്ട് ഇരിക്കുകയും വേണം. എപ്പോഴും പണിയെടുത്തുകൊണ്ട് ഞാൻ ഇരിക്കൂല കേട്ടോ.
അപ്പോൾ അങ്ങനെ ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോവുക കേട്ടോ. കാരണം നമ്മളൊരാൾ തന്നെ നമ്മൾ എല്ലാ പണികളും നമ്മൾ വീട്ടിൽ ചെയ്യല്ലേ. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എന്നും അടിച്ചു തുടക്കുക അതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമേ ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഒന്നിനും ഇല്ല. കാര്യം വീഡിയോ എഡിറ്റിങ്ങിനായിട്ടൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോ എടുക്കാൻ തന്നെ ഒരുപാട് ടൈം വേണം, അതിൻ്റെ എഡിറ്റിങ്ങിനായിട്ട് ഒരുപാട് ടൈം വേണം. അങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റ് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല കേട്ടോ. എന്നാൽ തന്നെ ഗസ്റ്റ് വരിക, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കല്യാണങ്ങൾ ഫാമിലിയിൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ആഴ്ച അങ്ങനെയൊക്കെ ആയിരുന്നു, കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ വന്നപ്പം മൊത്തത്തിൽ പ്രശ്നമാകും. പക്ഷെ നമ്മളൊരു പ്ലാനിങ് കൂടെ പോവുകയാണെങ്കിൽ നമുക്കെല്ലാം നീറ്റായിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാനും പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ച് എല്ലാം റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് അടിച്ചു വാരട്ടെ കേട്ടോ. മേലെയും താഴെയും ഒക്കെ ഒന്ന് അടിച്ചു വാരട്ടെ. ഞാൻ പറഞ്ഞില്ലേ മെഷീനിൽ ക്ലോത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ആറിയിടട്ടെ. കല്ലിലും 1-2 കല്ലിൽ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഞാൻ അലക്കിയെടുത്തു. റഫീഖാൻ്റെ പാൻറ്റും ഷർട്ടും ആയിരുന്നു. അപ്പോൾ അതും അലക്കിയെടുത്തു. മൊത്തത്തിലൊന്ന് ആറിയിടട്ടെ. പിന്നെ എനിക്ക് വീഡിയോൻ്റെ 1-2 കാര്യങ്ങളുണ്ട് കേട്ടോ. കുറച്ച് കമൻറ്റും റിപ്ലൈ കൊടുക്കാനുണ്ട്. അതുപോലെ കുറച്ച് എഡിറ്റിങ്ങും ബാക്കിയുണ്ട്. അന്നത്തെ ദിവസത്തെ കുറച്ച് എഡിറ്റിങ്ങും ബാക്കിയുണ്ട്, അതും ചെയ്യാനുണ്ട്. അപ്പോൾ ഇതില്ലേ എന്നും പറിച്ചു വെക്കണം എന്ന് വിചാരിക്കും. കുരങ്ങന്മാർ വന്നാലും നമ്മളെ സപ്പോർട്ട് ഒറ്റൊന്നും ബാക്കി വെക്കൂല കേട്ടോ. മൂക്കുന്നത് നല്ലോണമായത് വലുത് നോക്കിയിട്ട് പറിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇവർ ഫുൾ കടിച്ച് അതിലടയാളം ഇടും. അല്ലെങ്കിൽ കടിച്ച് അവരെ പല്ല് തട്ടിയ പിന്നെ നമ്മൾ എടുക്കൂലല്ലോ, അല്ലെങ്കിൽ താഴെ നിലത്തിടും. അങ്ങനെയൊക്കെ ഒരു വരവ് വന്നാൽ നമ്മൾ കാണൂല കേട്ടോ. 4 ഭാഗത്തുനിന്ന് നമ്മൾ നോക്കിയാൽ ഇവർ എന്താ പറയുക ഫുൾ ഒന്ന് നശിപ്പിച്ചിട്ടേ ഇവർ പോവുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ വലുത് നോക്കിയിട്ടൊന്ന്, അപ്പോൾ അവർ വരവ് കുറച്ച് കുറയും കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇല്ല സാധനം ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ കുറേയൊന്നും എനിക്ക് എത്തുന്നില്ല. കാരണം മുകളിലേക്ക് ഇപ്പം മരം കുറച്ച് വലുതായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എനിക്ക് എത്തുന്നത് കുറച്ച് ഞാൻ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇൻഡസ് വാലിൻ്റെ കുക്ക് വെയർ ആവശ്യമുള്ളവർ ആ ലിങ്കിലൂടെ കയറിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിൻ്റെ റേറ്റ് അത്ര വരുന്നത് അത്രയും ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ ആയതുകൊണ്ടാട്ടോ. അവരുടെ ആ ഒരു പാത്രമൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ആണ്, എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിന് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. അതുപോലെ തന്നെ കോട്ടിങ് 3 ലെയർ കോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സേഫാണ്. അതുപോലെ ഹെൽത്തിനും സേഫാണ്. മാത്രമല്ല പെട്ടെന്ന് പോവില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ പാത്രങ്ങൾക്ക് നമുക്ക് റേറ്റും ഉണ്ടാവില്ല. പക്ഷേ അത് ഓഫറിലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതാൻ്റെ ജോലികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മീൻ പൊരിക്കാനുണ്ട്. അത് ഞാൻ ഉച്ചയ്ക്ക് ചോറിനുള്ള സമയത്തെ പൊരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കമൻറ്റുകളൊക്കെ റിപ്ലൈ കൊടുക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എഡിറ്റിങ്ങിൻ്റെ പണികളും ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിക്കോട്ടെ ഈ ഒരു സമയം. ഇനിയിപ്പോൾ ദൂര നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയുള്ളൂ. ഇന്നിപ്പോൾ റഫീഖ് ലഞ്ചിനൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമ്മുടെ ലഞ്ച് ടൈമാണ്. അപ്പോൾ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ എന്നിട്ട് ചോറുണ്ട്. അതന്നെ ഇനിയിപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, വൈകുന്നേരമാണ്. ഒരു 3:30-3:45-4 മണിയൊക്കെ ആവുന്ന സമയത്തൊന്ന് പുറത്ത് പോകാനുണ്ട്. അത് ഞാൻ ആ ഒരു സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രോ സ്റ്റോറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചിലർ എന്താ പറയുക വാങ്ങിയിട്ട് മോശം പറയുന്നുണ്ട്, ക്വാളിറ്റി കുറവെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് സാധാരണക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഐറ്റംസാണ് കേട്ടോ. അത് കാര്യം നമ്മളൊരു 400, 500, 300 കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ് ഒരു 100 സംതിങ് അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് നമുക്ക് ആ ഒരു റേറ്റിന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റിയാണ് ആ സാധനത്തിന് ഉണ്ടാവുക. നമ്മൾ യൂസും കാര്യങ്ങളും എല്ലാം പാത്രം കഴുകുന്ന സാധനമായാലും ഒക്കെ അങ്ങനത്തെ ഉപയോഗത്തിന് എല്ലാം സാധാരണക്കാർക്ക് അതെല്ലാം നടക്കും. പിന്നെ നമ്മൾ അത്രയും റേറ്റ് കൊടുത്ത സാധനത്തിൻ്റെ ക്വാളിറ്റി ഇത്രയും റേറ്റ് കൊടുത്ത് നമ്മൾ സാധനത്തിന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. അത് ഞാനൊരു ഫേക്കായിട്ട് ചെയ്തു ആ രീതിയിൽ നിങ്ങൾ വിചാരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേർക്ക് നമ്മൾ അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കാണിക്കുമ്പോൾ വാങ്ങാൻ പറ്റില്ല, അത്രയും റേറ്റില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര റേറ്റിലാകുമ്പോൾ സാധാരണക്കാർക്ക് നല്ല ഈസി ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ കാണുക കേട്ടോ. ഞാനത് വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ വാങ്ങിയാൽ മതി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഇല്ലേ, അത് ഈ കായ്ത്തോല് കൊണ്ട് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്കില്ലേ പച്ചക്കായൻ്റെ തൊലി ഈ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന കടയില്ല, അത് അവർ വെറുതെ നമുക്ക് ഫ്രീ ആയിട്ട് തരും കേട്ടോ. അങ്ങനെയുള്ള കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങിയാലും മതി. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ കുറച്ച് നാൾ ഇരിക്കുകയും ചെയ്യും. നമ്മളങ്ങനെ വാങ്ങിക്കലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ചെറുപയർ കൂട്ടി ചെറുപയറോ
വൻപയറില്ലേ, വൻപയറോ ഒക്കെ ഇട്ടിട്ട് പരിപ്പോ എന്തിട്ടിട്ടാണെങ്കിലും നമുക്കിത് ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമേ. അതുപോലെ തന്നെ ആ കറിയും ഒക്കെ നിങ്ങൾ ട്രൈ ആക്കിയിട്ട് കമൻറ്റിലൂടെ എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഞാൻ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതാ വൈകുന്നേരം പോകാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ റഫീഖൊക്കെ ഉള്ള ചാരിറ്റബിൾ സൊസൈറ്റി ഇല്ലേ, വയനാട് ചാരിറ്റബിൾ സൊസൈറ്റി, അവരുടെ മുണ്ടക്കൈ അന്ന് ഉരുൾപൊട്ടിയ അവർക്കുള്ള ധനസഹായം നൽകുന്നുണ്ട് അവർ കുറച്ച് പേർക്ക്. അപ്പോൾ അതിലേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത്. അതിൻ്റെ വരുംകാല പ്രവർത്തനം എന്ന നിലയിൽ തീർത്തും നിർധനരായ 50 കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമം ആരംഭിച്ചിട്ടുണ്ട്. അത് വരും മാസങ്ങളിൽ തുടക്കം കുറിക്കുന്നതുമാണ് എന്നും കൂടി ഈ വേദി നിങ്ങൾ അറിയിക്കുകയാണ്. അർഹരായ പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായം തുടങ്ങിയ കാര്യങ്ങൾ കൂടി സൊസൈറ്റി ഈ വരും കാലങ്ങളിൽ ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഒട്ടനവധി സുമനസ്സുകളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. കഴിഞ്ഞ നമുക്ക് ഇതുവരെയും നമ്മുടെ ഞെട്ടൽ മാറിയിട്ടില്ല. മുണ്ടക്കൈ നടന്ന സംഭവം വ്യാപ്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് സംഭവിച്ച എല്ലാവർക്കും വളരെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാ പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ട്. ശ്രേയാംസ് കുമാർ സാറുണ്ട്, ശ്രേയാംസ് കുമാർ സാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ MLA സിദ്ദീഖ് സാറുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അവർക്കുള്ള മുണ്ടക്കൈ ദുരിതബാധിതർക്കുള്ള ധനസഹായം കൊടുക്കലാണ്. അവരിൽ നിന്ന് കുറച്ച് പേരെ തിരഞ്ഞെടുത്തതാണ് കേട്ടോ. രോഗികളായിട്ടും നിത്യരോഗികളായിട്ടൊക്കെ ഇപ്പോൾ അതിനുശേഷം ആയിട്ടുള്ളവരും ഒക്കെ പല പല കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേരെ എല്ലാവർക്കും ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതിന് വേണ്ടിയിട്ട് കഴിയട്ടെ ഇനി മുന്നോട്ടുള്ള ഇവരുടെ പ്രവൃത്തിയിൽ. അപ്പോൾ കുറച്ച് പേർക്ക് ഇവർ കൊടുക്കുന്നതാണ് കേട്ടോ. അതുമാത്രമല്ല ഇവരെ സൊസൈറ്റീൻ്റെ ഒരു ലോഗോ പ്രദർശനമുണ്ട്. മാത്രമല്ല ഇവർക്ക് ഒരു ടീം എന്താ പറയുക ഫ്രീ ആയിട്ട് ആംബുലൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ താക്കോൽദാനം അതുമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം നിങ്ങളും ഇതിലൊരു ഭാഗം ആയവരാണ്. നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ആ ഒരു ഉരുൾപൊട്ടുന്ന സമയത്തൊക്കെ ധനസഹായമായിട്ട് നിങ്ങളും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് അറിയേണ്ടതാണ്. നിരവധി കരങ്ങളിലേക്ക് സഹായങ്ങൾ എത്തിക്കുകയും കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റി. ഇനി പുതിയ കരങ്ങളിലേക്ക് ഇതിൻ്റെ പ്രാതിനിധ്യം പോവുകയാണ്. അവരുടെ മേൽനോട്ടത്തിലാവും ഇനി മുഴുവൻ പ്രവർത്തനങ്ങളും നടക്കുക. ആത്മവിശ്വാസം നൽകുന്ന ഒരു വലിയ കൈത്താങ്ങായി മാറിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ബഹുമാന്യനായ ശ്രീ ശ്രേയാംസ് കുമാർ അവർകൾ ഇവിടെ സൊസൈറ്റിയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള 1 ലക്ഷം രൂപയാണ് ഉസ്മാൻ ഹാജി നൽകിയിട്ടുള്ളത്. ബഹുമാന്യനായ ശ്രേയാംസ് കുമാർ സാറിൽ നിന്നും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇനി ന്യൂ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നത് ഈ ഫണ്ടിൽ നിന്നാണ്. നിരവധി ദീപ്തി വിഷൻ അവരൊരു ഫണ്ട് കൂടിയുണ്ട്. അതുകൂടി സർ പ്ലീസ് ഒരു ഫണ്ട് കൂടിയുണ്ട്. ഫണ്ട് കൂടി ഹാരിസ് സന്നാനി ഏറ്റുവാങ്ങുകയാണ്. പ്രിയപ്പെട്ട ശ്രേയാംസ് കുമാർ സാറിന്റെയും ഒപ്പം സിദ്ദീഖ് MLAയുടെയും സാന്നിധ്യത്തിൽ അപ്പോൾ നമ്മുടെ ഫണ്ട് സമാഹരണത്തിന് തുടക്കമായി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എല്ലാ നാട്ടിലും ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. അപ്പോൾ അവർക്ക് എന്താ പറയുക, നമ്മളാൽ കഴിയുന്ന സഹായം അവരിലേക്ക് നമ്മൾ എത്തിക്കുക. അവർ കൈകളിലൂടെ അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തുക. അതാണ് അവരുടെ ഉത്തരവാദിത്വം. അത് അത്രയും ഭംഗിയായിട്ട് അവർ നിർവഹിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ അത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവില്ല ഇവരെയൊക്കെ. ചാരിറ്റി മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് രൂപം നൽകിയ ചാരിറ്റി സൗഹൃദ കൂട്ടായ്മ 7/1/2025 ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ അതിന്റെ ഔദ്യോഗികമായ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അർഹതപ്പെട്ടവർക്ക് സൗജന്യ ആംബുലൻസ് സേവനം, രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, നിർധനരായ രോഗികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണം, ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത്.
ചാരിറ്റി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന സ്നേഹഭവനത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും പിന്തുണയും നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. ഇനിയും എന്താ പറയുക, പാവപ്പെട്ട ആളുകൾക്ക് കിറ്റ് വിതരണം, അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളുടെ കല്യാണം, അങ്ങനെ അതെല്ലാം അവർക്ക് ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നുപോയത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.